ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ സ്പ്ലെൻഡർ പ്രോ വണ്ടി പ്ലഗ് പോകണമെന്ന കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ അഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റെ ഹെഡ് സിലിണ്ടറിൻ്റെ ഭാഗം നമുക്ക് അഴിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം കാർബറേറ്റർ, എയർ ഫിൽട്ടർ, പ്ലഗൊക്കെ ഓൾറെഡി മാറ്റി, എയർ ഫിൽട്ടറൊക്കെ മാറ്റി, പ്ലഗ് മാറ്റി, കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് നോക്കിയേക്കണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വീണ്ടും പ്ലഗ് പോകുന്നുണ്ട്. പ്ലഗ് നമ്മൾ നോക്കുമ്പം പ്ലഗിനകത്ത് അത്യാവശ്യം കാർബൺ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അത്യാവശ്യം ഡാമേജ് ഉണ്ട്. ആ സിലിണ്ടർ ഹെഡ്, ആ ഫയറിങ് നടക്കുന്ന ഭാഗത്ത് അത്യാവശ്യം ഡാമേജ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് നമുക്ക് ഈ വാൽവ് ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ ഹെഡ് വാൽവ് തന്നെ. ഈ വാൽവിൻ്റെ ഈ എക്സോസ്റ്റ് ഗൈഡ്, ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഉള്ളിലുള്ള ഗൈഡ് പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ വാൽവ് ചെറിയൊരു ഷിവറിങ്ങോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുക. ഇൻലെറ്റ് വാൽവിന് അത്രയില്ല, പക്ഷേ എങ്കിൽ കൂടി എക്സോസ്റ്റ് വാൽവിന് ആവറേജ് ഉണ്ട്. ആവറേജ് ഒരല്പം പ്ലേ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വാൽവ് മാറ്റണം, വാൽവ് സീറ്റിങ്ങും ചെയ്യണം. കാരണം വാൽവ് സീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വർക്ക് ചെയ്ത് ഈ വാൽവ് വന്ന് അടയണ ഭാഗമുണ്ടല്ലോ, ഈ വന്ന പോയിൻ്റ്, ആ പോയിൻറ്റിലൊക്കെ അത്യാവശ്യം അതിൻ്റെ സീറ്റിങ്ങിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതും നമുക്ക് സീറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ വാൽവ് ഗൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് അതിൻ്റെ ഉള്ളിലേക്കാണ്, അതിൻ്റെ ആ ഇതിൻ്റെ ഉള്ളിലേക്കാണ് വാൽവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെറിയ ഹോളുകളുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ട് വാൽവ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. സിലിണ്ടറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിനകത്ത് 1-2 സ്ക്രാച്ചസ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ആ റെഡ് മാർക്ക് ചെയ്തവൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 1-2 വര പോലെ നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു 3-4 അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ബോട്ടം ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെയും ആ റൗണ്ട് മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് നോക്കുമ്പോൾ ഇച്ചിരി ഡീപ്പാണ്. പിന്നെ ആരോ മാർക്കിട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നമ്മൾ ശ്രമം അവിടെ ഇച്ചിരി താഴ്ചയിൽ, അതായത് ഒരു വിധം ആ പിസ്റ്റൺ തേയ്മാനം വരുത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്കത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇങ്ങനെ വന്ന കേസിൽ സാധാരണ നമുക്ക് സിലിണ്ടർ റിപ്പയർ ചെയ്യുന്നതിൽ നല്ലത് സിലിണ്ടർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നതാണ്. കാരണം ഓൾറെഡി തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലിണ്ടർ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ സിലിണ്ടർ തന്നെ യൂസ് ചെയ്യും. പിസ്റ്റൺ നമുക്ക് ഇതിനേക്കാളും തൊട്ടടുത്ത സ്റ്റെപ്പ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ലെയ്ത്തിൽ അത് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് മാറ്റാമെന്നുള്ളതാണ്. ഈ സിലിണ്ടർ ഇതേപോലെ തന്നെ കമ്പനി ഐറ്റം മേടിക്കുക, മാറ്റി സെറ്റ് ചെയ്യുക. അപ്പോൾ മാറ്റി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവറേജ് ഈ ഐറ്റത്തിന് മാത്രമേ ഏകദേശം ഒരു 2600 രൂപ, 3000 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരും. ഈ സിലിണ്ടർ, പിസ്റ്റൺ, റിംഗ് സെറ്റൊക്കെ എല്ലാം കൂടിയിട്ട്. വാൽവ് ഗൈഡ് മാറുന്നതിൻ്റെയൊക്കെ അഡീഷണലാണ് വരാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാറ്റി പുതിയത് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എൻജിൻ്റെ കണ്ടീഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ കണക്ട് ചെയ്യുന്ന ഭാഗം, പിസ്റ്റൺ കണക്ട് ചെയ്യുന്നത് ഈ കണക്ടർ റോഡിനോട് ചേർത്താണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കുമ്പോണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഷെയ്ക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒരു 5 mm കൂടുതലൊക്കെ നമുക്ക് ഷെയ്ക്ക് വരാൻ പാടില്ല ശരിക്കും. കാരണം ഇതൊരല്പം കൂടുതൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള നമുക്ക് പുറമേ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്തായാലും വേറെ സൗണ്ട് വേരിയേഷൻസ് ഒന്നുമില്ല. ഏകദേശം കിലോമീറ്റർ 86,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ എൻജിൻ്റെ ഏകദേശം ഒരു ലൈഫിനോട് അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഇത്രയും പഴക്കമുണ്ട്, 86,000 കിലോമീറ്റർ ഓടിയേക്കുന്നതാണ്. അപ്പോൾ ആ കണക്റ്റിംഗ് റോഡുമേക്ക് നമ്മൾ പുതിയ സിലിണ്ടർ ഇടുന്നതിൽ കാര്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് ബോർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം സിലിണ്ടർ മാറ്റാതെ കൊണ്ട് പിസ്റ്റണും അതിനോടനുബന്ധിച്ച് തന്നെ ബാക്കി ഈ വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണതാണ് കുറച്ചും കൂടി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ വണ്ടിക്ക് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പഴക്കം അയക്കണത് കൊണ്ടും 86,000 കിലോമീറ്ററോളം ഓടിയേക്കണത് കൊണ്ടും എന്താണ് അതിൻ്റെ ക്രാങ്കിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ, സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്, കണക്ടർ റോഡിൻ്റെ പിന്നിന് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് വന്നാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിതുമേക്ക് ഈ കണക്ടർ റോഡുമേയാണ് നമ്മളതിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ എല്ലാം ബിൽഡ് ചെയ്ത് തരാം. അപ്പോൾ ഈ ഐറ്റത്തിന് കംപ്ലയിൻറ്റ് വന്നാൽ ഈ സിലിണ്ടർ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ വീണ്ടും ഡാമേജ് വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒഴിവാക്കാമെന്നുള്ളതാണ്. സിലിണ്ടർ ബോർ ചെയ്യുമ്പോൾ നമുക്ക് അത്ര കോസ്റ്റ് കുറയാനാണ്. തന്നെയല്ല നമുക്കത് വാറണ്ടിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1 year വാറണ്ടി എന്തെങ്കിലും കിട്ടും. നേരെ മറിച്ച് അതിൻ്റെ ക്രാങ്ക് ഫുള്ള് ഡാമേജ് ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ സാധനത്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കതിനകത്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് പുതിയതിട്ടാലും പറ്റില്ല, ബോർ ചെയ്താലും പറ്റില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ബോർ ചെയ്ത് യൂസ് ചെയ്യണേൽ അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് ചോദിച്ച് കൃത്യമായിട്ട് അത് മേടിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അഴിച്ചിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം. അത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം കോസ്റ്റ് വരും. ഇതിപ്പോൾ ഞാൻ സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ
സിലിണ്ടർ ബോർ ചെയ്ത് വാൽവ്, അതിൻ്റെ ഗൈഡ്, വാൽവ് സീറ്റിങ് ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. നമുക്ക് എൻജിൻ വർക്ക് ഫുള്ളായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ക്രാങ്കിൻ്റെ ഈ പ്ലേ വേണ്ട, അത് ആ റിസ്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതടക്കം ചെയ്യേണ്ടി വരും. അതടക്കം ചെയ്യുമ്പോൾ ഇച്ചിരി കോസ്റ്റ് കൂടുതൽ വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതടക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ ബോർ ചെയ്യരുത്, പുതിയ സിലിണ്ടർ മേടിക്കണം. പുതിയ സിലിണ്ടർ മേടിച്ചിട്ടിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോക്കുമ്പോൾ വണ്ടിക്ക് വേറെ പ്രോബ്ലംസോ നമുക്ക് ഫീൽ ചെയ്യണില്ല, എൻജിൻ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടി ഇങ്ങനെ ഒരു പ്ലേ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് എന്നുള്ള ദിവസം അറിഞ്ഞിരിക്കാം. അപ്പോൾ ബോർ ചെയ്താലും മതി. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ബോർ ചെയ്താലും നമുക്ക് ഒരു വർഷം സിമ്പിളായിട്ട് വാറണ്ടി കിട്ടും. കംപ്ലയിൻറ്റ് ഒരു വർഷം കഴിഞ്ഞ് കംപ്ലയിൻറ്റ് വരും എന്നതിന് അർത്ഥമില്ല കേട്ടോ. കാരണം ഞാൻ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സംഭവം നമുക്ക് അത്യാവശ്യം നല്ല ലൈഫ് കിട്ടും. ഓയിൽ ചേഞ്ചും അതിനോടനുബന്ധിച്ച് തന്നെ എയർ ഫിൽറ്റർ, പ്ലഗ്, കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടത് അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ലൈഫ് നമുക്ക് കിട്ടും. ഈ കംപ്ലയിൻറ്റ് പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 30,000 കിലോമീറ്റർ ആകുമ്പോൾ നമുക്കിത് ഈ പിസ്റ്റൺമ ഇതേപോലെ കരിയടിഞ്ഞ് കൂടും. ഈ കരിയടിഞ്ഞ് കൂടുന്നത് അതേപോലെ തന്നെ ഈ വാൽവിൻ്റെ ഈ ഭാഗത്തും ഈ ഫേസിലും കരി വരും. അത് ശരിക്കും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു അരമുള്ള ടൈപ്പിലുള്ളൊരു കാർബൺ വരാം. അത് നല്ല ഹൈ RPM അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാം. അത് ചെറിയൊരു പീസ് ഇതിനകത്തേക്ക് ഇതിൻ്റെ ബോറിൻ്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ചാടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇട്ടിട്ട് സ്ക്രാച്ച് ആവണം, പിസ്റ്റൺ വർക്ക് ചെയ്യാനുള്ളൂ. ആ സ്ക്രാച്ച് വന്ന സമയത്ത് എത്രയൊക്കെ ലൂബ്രിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ച് വരുത്തും. അപ്പോൾ അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ 20,000-നും 30,000 ഇടയിലാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടി വരാം. സാധാരണ കൂടുതലും നമുക്കിപ്പോൾ 30,000 കിലോമീറ്ററിലൊക്കെ അഴിച്ചാൽ കറക്റ്റ് ടൈമായിരിക്കും. 30,000 കിലോമീറ്ററിലൊക്കെ അഴിച്ചിട്ട് വാൽവ് ക്ലിയർ ചെയ്യുക, അതേപോലെ തന്നെ ഹെഡ് കരിയുത്തി ക്ലിയർ ചെയ്ത് കയറ്റുക. പിസ്റ്റൻ്റെ ഭാഗം റിങ്സിന് എന്തെങ്കിലും വീക്ക്, റിങ്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഇതിൻ്റെ വൈപ്പിങ്ങിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം, അതായത് കറക്റ്റ് വൈപ്പ് ചെയ്ത് പോകണതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൈയോടെ റിങ്സ് മാറ്റിയിടാം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാതിരി കേസ് ഉണ്ടാവില്ല, ഈ കേസ് വരില്ല. അത് പ്രോപ്പറായിട്ട് കറക്റ്റ് സർവീസിൽ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇമാതിരി കംപ്ലയിൻറ്റ് 99% നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. ഇപ്പം നിലവിൽ നമുക്ക് ഈ പറഞ്ഞ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കേസിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ റെഡിയാക്കാം. അത് ആ രീതിയിൽ നമുക്കത് വർക്ക് നോക്കിയിട്ട് അത് സംഭവം ക്ലോസ് ചെയ്യാം. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുതന്നെ യൂസ് ചെയ്യാം. പ്ലഗ് നമുക്ക് മാറ്റിയിട്ട് പുതിയ പ്ലഗ് ഇടേണ്ടി വരും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്യേണ്ടതും കൂടി ഉള്ളത് കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ സൈലൻസറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കാർബൺ ഉണ്ടാവും. അപ്പോൾ സൈലൻസറും നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്ര ഐറ്റം നമ്മളിത് പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. എൻജിൻ ഓയിൽ നല്ല ഓയിലാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ കുറവുള്ള ഭാഗം മാത്രം ഒന്ന് ടോപ്പപ്പ് ചെയ്താലും മതി. അപ്പോൾ അത്രയും ഭാഗമാണ് നമ്മളതിനകത്ത് ആ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നത്. അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.